ചില കഥകൾ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത അടയാളങ്ങൾ അവശേഷിപ്പിക്കും. അവ അവസാനിച്ചാലും അതിൻ്റെ അറിയലുകൾ നമ്മളിൽ നിലനിൽക്കും. രണ്ടു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്തപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വരവോടെ അവരുടെ ജീവിതം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറിമറിയുന്നു. നമുക്ക് ആ കഥ കേട്ടാലോ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കൊറിയൻ ചിത്രമായ വോയിസ് ഓഫ് സൈലൻസ് ആണ്. നിശബ്ദമായ പോരാട്ടങ്ങളുടെയും ദുർബലമായ ബന്ധങ്ങളുടെയും ജീവിതത്തിലെ കഠിനമായ തെരഞ്ഞെടുപ്പുകളുടെ ഭാരത്തിൻ്റെയും കഥയാണിത്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റോറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് ചിൻ എന്നും മിൻഹോ എന്നും പേരുള്ള മുട്ട വിൽപ്പന നടത്തുന്ന രണ്ടു പേരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ചിൻ മുടന്തനാണ്. മിൻഹോക്ക് സംസാരശേഷിയുമില്ല. ഇരുവരും ഒന്നിച്ച് നാളുകളായി ജോലി നോക്കുന്നു. ഒരു വാനിലാണ് അവർ മുട്ട കച്ചവടം ചെയ്യുന്നത്. പകൽ അവസാനിക്കുമ്പോൾ ശാന്തകമായ ഗ്രാമം പിന്നിട്ട് അവർ വിജനമായ ഒരിടത്തുള്ള ഒരു വീട്ടിലേക്ക് എത്തി. അവിടെ വെച്ച് വസ്ത്രം മാറി തങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേക ജോലിക്കായി അവർ തയ്യാറെടുത്തു. പുറത്ത് സാധാരണ മുട്ടക്കച്ചവടക്കാരായി തോന്നുമെങ്കിലും അവരുടെ യഥാർത്ഥ ജോലി മറ്റേവരെയും അല്പമെങ്കിലും ഭയപ്പെടുത്തണമെന്നാണ്. ഗാങ്സ്റ്റർ സംഘത്തിൻ്റെ ക്ലീനർ ജോലിയാണ് അവർ നടത്തുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറയാം, ഗാങ്സ്റ്റേഴ്സും ക്രിമിനൽ സംഘങ്ങളും കൊലപാതകങ്ങളും മറ്റും ചെയ്യുമല്ലോ. അത്തരത്തിൽ കാണപ്പെടുന്ന മൃതദേഹങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം ആരും കാണാതെ അവർ കൈകാര്യം ചെയ്യും. അതിൽ വിദഗ്ധരാണവർ. തെളിവുകൾ പോലും ഇല്ലാതെ വേണ്ടത് ചെയ്യാൻ അവർക്കറിയാം. അന്നവർ അതുപോലെ ജോലിക്കായി എത്തിച്ചേർന്നത് അവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചൊരിടത്തേക്കായിരുന്നു. അവിടെ ഒരാൾ ശക്തമായി പരിക്കേറ്റു കൊല്ലപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. തൊട്ടുപുറകെ അങ്ങോട്ടേക്ക് കുപ്രസിദ്ധ ഗാങ്സ്റ്റർ തലവൻ കിം വന്നെത്തി. പുറത്ത് മിൻഹോ അയാൾക്കായി വളരെ ശ്രദ്ധയോടെ നൂഡിൽസ് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം കിമ്മിന്റെ കാറിലിരുന്ന് സിഗരറ്റ് വലിച്ച് അയാളെ അനുകരിക്കാൻ അവൻ ശ്രമിച്ചു. ആ സമയമാണ് ചിൻ അങ്ങോട്ടേക്ക് വന്നത്. മിൻഹോയുടെ ആ പ്രവൃത്തി കണ്ടതും ചിൻ പറഞ്ഞു, കീറിയ പുതപ്പിൽ കിടന്ന് ഇത്തരം വലിയ സ്വപ്നങ്ങൾ കാണുന്നത് അത്ര നല്ലതൊന്നുമല്ല. നീ വന്ന ജോലി തീർത്ത് നമുക്ക് പോകാം. അവർ അകത്തു ചെന്നു. മരണപ്പെട്ട വ്യക്തിയുടെ കാര്യങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ചിന്നും പങ്കാളിയും ഒന്നിച്ച് ജോലി തുടങ്ങി. തെളിവുകൾ നശിപ്പിക്കുന്നതിൽ അവർ അസാമാന്യ വൈദഗ്ധ്യമുള്ളവരാണ്. അപ്പോഴാണ് മറ്റൊരു പ്രത്യേക ജോലിയെക്കുറിച്ച് കിം ചിന്നിനോട് പറയുന്നത്. ഒരാളെ കുറച്ച് ദിവസത്തേക്ക് അവർ നോക്കണം. ആദ്യം അത് കേട്ടതും ഇരുവരും വിസമ്മതിച്ചെങ്കിലും വലിയൊരു തുക വാഗ്ദാനം ചെയ്തപ്പോൾ ചിൻ അതിന് സമ്മതിച്ചു. കിം അവർക്ക് കുറച്ച് പണം അഡ്വാൻസായി കൊടുത്തു. അതിനുശേഷം അന്ന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം അവർ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ദൈവഭക്തിയുള്ള ക്രിസ്ത്യാനിയായ ചിൻ പരേതന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കുകയും ശേഷം ആ മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു. അന്നത്തെ ജോലി കഴിഞ്ഞതും അവർ അവിടെ നിന്ന് മടങ്ങി. മിൻഹോ ഗ്രാമത്തിന്റെ ഉള്ളേരിയയിൽ ഒറ്റപ്പെട്ട ഒരിടത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് തിരിയുന്നിടത്ത് ഒരു മരച്ചുവട്ടിൽ മിൻഹോയെ ചിൻ ഇറക്കി വിട്ടു. അവിടെ ഒരു വൃദ്ധ പച്ചക്കറി വിൽക്കുന്നുണ്ടായിരുന്നു. മിൻഹോ താൻ കൊണ്ടുവന്നിരുന്ന കുറച്ച് മുട്ടകൾ അവർക്ക് നൽകി. പിന്നാലെ സൈക്കിൾ എടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തി മിൻഹോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം അവരുടെ പ്രത്യേക ജോലിക്കായി ചിന്നും മിൻഹോയും ഒരു ഹോട്ടലിലേക്ക് എത്തി. മിൻഹോ അവിടെയുള്ള വ്യക്തിയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കാൻ പാകത്തിന് ഒരു മരത്തടിയും കയ്യിൽ കരുതിയിരുന്നു. നിശ്ചയിച്ച മുറി തുറന്നപ്പോൾ അവിടെ മുഴുവനായിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായിരുന്നു. അതോടെ അവർ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് സോഫയ്ക്ക് പിന്നിൽ നിന്ന് മുയലിന്റെ മുഖംമൂടി ധരിച്ച് ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നത്. അത്രയും ചെറിയൊരു പെൺകുട്ടിയെയാണ് നോക്കേണ്ടതെന്ന് കിം പറഞ്ഞപ്പോൾ അവർ കരുതിയിരുന്നില്ല. ചിൻ ഉടനെ തന്നെ കിമ്മിന് ഫോൺ വിളിച്ചു. മോചനദ്രവ്യത്തിന് വേണ്ടിയാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നതെന്ന് കിമ്മിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ അവളുടെ അനിയനെയായിരുന്നു തട്ടിക്കൊണ്ടുവരാൻ കിം പ്ലാൻ ചെയ്തത്. പക്ഷെ ആള് മാറി ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനുമായി അവർ വിലപേശൽ നടത്തി. പക്ഷേ അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്റെ ആൺകുട്ടി സേഫ് ആയതുകൊണ്ടും അച്ഛൻ പണത്തിന്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും ചിന്നിന് ദേഷ്യം വന്നു. ചിൻ പറഞ്ഞു, ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയല്ലേ? ഇതൊക്കെ എന്തു തരം മാതാപിതാക്കളാണ്? പിന്നാലെ ചിൻ ആ കുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ അടുത്ത 2 ദിവസത്തേക്ക് കുട്ടിയെ എവിടെ താമസിപ്പിക്കും എന്നതിനെ ചൊല്ലി ചിന്നും മിൻഹോയും തമ്മിൽ തർക്കം ആരംഭിച്ചു. ചിന്നിന്റെ വീട്ടിൽ എപ്പോഴും ഓരോ ആളുകൾ വരാറുള്ളതാണ്. അതുകൊണ്ട് മിൻഹോയുടെ വിജനമായിടത്തുള്ള വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകാൻ ചിൻ പറഞ്ഞു. ആദ്യം വിസമ്മതിച്ചെങ്കിലും മറ്റു വഴികളില്ലെന്ന് മിൻഹോയ്ക്കും അറിയാമായിരുന്നു. ചിൻ ആണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് മിൻഹോയെ ഒന്നുകൂടി വൈകാരികമായി തളർത്തുകയും അവനെ സമ്മതിപ്പിക്കുകയും ചെയ്തു.
മിൻഹോയെ കുട്ടിക്കാലം മുതൽ വളർത്തിയത് ചിന്നായിരുന്നു. വൈകാരികമായ ആ സംസാരത്തിലാണ് മിൻഹോ വീണുപോയത്. അങ്ങനെ അവൻ കുട്ടിയുമായി അവിടെ നിന്ന് യാത്ര തിരിച്ചു. ജോഹി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. പോകുന്ന വഴിയിൽ അവൾ ചോദിച്ചു, ഞാൻ സേഫായിരിക്കുമോ? താൻ അവളുടെ അച്ഛൻ്റെ സുഹൃത്താണെന്നും അച്ഛൻ്റെ കയ്യിലുള്ള ചില സാധനങ്ങൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് തന്നാൽ അവളെ വിട്ടയക്കാം എന്നും ചിൻ അവൾക്ക് മറുപടി കൊടുത്തു. അപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പോവുകയാണോ എന്നായിരുന്നു ജോഹിയുടെ ചോദ്യം. താൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ടതാണെന്ന് ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. മിൻഹോ സൈക്കിൾ വെക്കുന്നിടത്ത് ചിൻ അവരെ ഇറക്കി. ജോഹിയെ സൈക്കിളിൽ ഇരുത്തി മിൻഹോ വീട്ടിലേക്ക് ചവിട്ടി പോകാൻ ആരംഭിച്ചു. വഴിയിൽ വെച്ച് പച്ചക്കറി വിൽക്കുന്ന വൃദ്ധയെ അവർ കണ്ടുമുട്ടി. ജോഹി ആകട്ടെ അവരെ കണ്ടതും സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. പക്ഷേ ആ വൃദ്ധ ചിന്തിച്ചത് അവൾ മിൻഹോയുടെ അനിയത്തിയാണെന്നായിരുന്നു. അതുകൊണ്ട് അവളോട് അടങ്ങിയിരിക്കാനും മിൻഹോയുടെ കൂടെ പോകാനും ആ വൃദ്ധ പറഞ്ഞു. എന്തായാലും അവിടെ നിന്നും ജൂഹിയെ തന്റെ ദേഹത്തോട് ചേർത്ത് കെട്ടി വെച്ചാണ് മിൻഹോ ബാക്കിയുള്ള യാത്ര ചെയ്തത്. അങ്ങനെ അവർ മിൻഹോയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ആ വീടാണെങ്കിൽ ജൂഹിയെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. വീടിന്റെ അകത്തേക്ക് കടന്നാൽ മുറിയാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. അവിടെ ജോഹി മറ്റൊരു പെൺകുട്ടിയെ കണ്ടു. അവളെയും തട്ടിക്കൊണ്ടു വന്നതാണെന്നായിരുന്നു ജോഹി ആദ്യം കരുതിയത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് മിൻഹോയുടെ അനിയത്തി മൂണാണ്. കുറച്ചു കഴിഞ്ഞാണ് അവർക്ക് അത് മനസ്സിലായത്. കൂടുതൽ കാര്യങ്ങൾ അവൾ ചോദിക്കുന്നതിന് മുമ്പ് മിൻഹോ വന്ന് വാതിലിന് മുന്നിൽ കിടന്നു. ജോഹി രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. മൂണാകട്ടെ തന്റെ ചേട്ടന്റെ ദേഹം തലയണയാക്കി കിടന്നുറങ്ങാനും ആരംഭിച്ചു. ഇടയ്ക്ക് ജോഹി എന്ത് ചെയ്യുകയാണെന്ന് മിൻഹോ നോക്കി. ജോഹി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ജോഹി ഉണർന്ന് പുറത്തേക്ക് എത്തി നോക്കി. മിൻഹോ മുഖം കഴുകുകയായിരുന്നു. പിന്നാലെ ഉറങ്ങുകയായിരുന്ന മൂണിനെ ജോഹി വിളിച്ചുണർത്തി. ജോഹി ചോദിച്ചു, അത് ശരിക്കും നിന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണോ? മൂൺ അതെ എന്ന് മറുപടി കൊടുത്തു. ഇതിനിടയിൽ മിൻഹോയ്ക്ക് 11 മണിക്ക് മറ്റൊരു ജോലിയുണ്ടെന്ന് സന്ദേശം വന്നെത്തി. ചിൻ ജൂഹിയെ വീട്ടിൽ പൂട്ടിയിടാൻ പറഞ്ഞെങ്കിലും അനിയത്തിയെയും അവളെയും ഒന്നിച്ചു പൂട്ടിയിടാൻ കഴിയാത്തത് കൊണ്ട് മിൻഹോ അവളെയും കൂടെ കൂട്ടി. അങ്ങനെ തങ്ങളുടെ സ്പെഷ്യൽ ജോലിക്കായി കൃത്യം 11 മണിക്ക് അവർ ഒരിടത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ കണ്ടത് ജൂഹിയെ നോക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ച അവരുടെ ബോസായ കിം ആണ് പരിക്കേറ്റ് തൂങ്ങിക്കിടക്കുന്നത്. അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഓരോ ക്രൂരതകൾ ചെയ്തിരുന്നത് കൊണ്ട് അയാളുടെ മുഖത്ത് മിൻഹോ ഒരടി കൊടുത്തു. അടക്കം ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ കോട്ടും കൈവശപ്പെടുത്തി. പിന്നാലെ ചീഫ് ബോസിനെ അവർ ചെന്ന് കണ്ടു. അപ്പോഴാണ് അവർക്ക് വ്യക്തമായത് കിമ്മിന്റെ മുകളിൽ ഗാങ്സ്റ്റർ സംഘത്തിന് മറ്റൊരു ചീഫ് ബോസ് ഉണ്ട്. പക്ഷേ കിം ചീഫ് ബോസിനെ അറിയിക്കാതെ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. ജോഹിയെ തട്ടിക്കൊണ്ടു വന്നത് പോലും അത്തരത്തിൽ തന്റെ ബോസിനെ അറിയിക്കാതെ ചെയ്ത പ്രവൃത്തിയാണ്. ചീഫ് ബോസ് അത് മനസ്സിലാക്കിയതും കിമ്മിനെ കൊന്നുകളയുകയായിരുന്നു. അവർ ജോഹിയുമായി ചീഫ് ബോസിന്റെ അടുത്തെത്തി. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. തങ്ങളുടെ സംഘത്തിന് ഈ കാര്യത്തിൽ പങ്കില്ലെന്നും ആ കുട്ടിയെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടേക്കു എന്നാണ് ചീഫ് ബോസ് പറഞ്ഞത്. അത് കേട്ടതോടെ ചിന്നും മിൻഹോയും പരിഭ്രാന്തരായി. എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നീട് അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർത്തു. കിമ്മിന്റെ മൃതദേഹം അടക്കം ചെയ്യുന്നത് മറ്റും ജോഹി കാണുന്നുണ്ടെങ്കിലും അവൾ അധികം ഭയപ്പെടുന്നൊന്നുമില്ല. പകരം അവൾ അവരെ സഹായിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് അവർ ഹോട്ടലിലേക്ക് മടങ്ങി. കിമ്മിന്റെ നിർദ്ദേശപ്രകാരം ജോഹിയെ തട്ടിക്കൊണ്ടു വന്ന ആളുകളെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. ഇരുവരും അവരെ ചെന്ന് കണ്ടു. അവളെ കൊണ്ടുപോകാൻ അവർ അവരോട് പറഞ്ഞെങ്കിലും അവർ പെൺവാണിഭ സംഘത്തിലെ അംഗങ്ങളാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് ചിന്നിന് മനസ്സിലാക്കി. പക്ഷേ പിന്നാലെ അവർ ഒരു കാര്യം പറഞ്ഞു. ആ പെണ്ണിനെ നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോ. നമുക്ക് ആ പെണ്ണിന്റെ അച്ഛനോട് വിലപേശം. പണം കിട്ടിയാൽ നമുക്ക് പകുതി എടുക്കാം. അതോടെ ജോഹിയെ കൂടെ നിർത്തുകയല്ലാതെ മറ്റു വഴികൾ അവർക്ക് മുമ്പിലുണ്ടായിരുന്നില്ല. എന്തായാലും റാൻസം മണി ആവശ്യപ്പെട്ട് ജോഹിയുടെ അച്ഛന് കത്തയക്കാൻ അവർ തീരുമാനിച്ചു. മിൻഹോ കടയിൽ പോയി നോട്ട്ബുക്കും പെൻസിലും വാങ്ങി. തന്നെ വിട്ടയക്കാൻ 2 ലക്ഷം രൂപ നൽകണമെന്ന് ജോഹി കത്തിലെഴുതി. റാൻസം എന്നാൽ എന്താണ്? അത് കണ്ട് മൂൺ ചോദിച്ചു. ജോഹി മറുപടി പറഞ്ഞു, മോശക്കാരായ ആളുകൾ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പണം കിട്ടിയാൽ വിട്ടയക്കും. അതിനെയാണ് റാൻസം എന്ന് പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ മൂൺ തറയിൽ വരയ്ക്കാൻ തുടങ്ങി. അത് കണ്ടതും ജോഹി പേപ്പറിൽ വരയ്ക്കാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. നീ ഇങ്ങനെ തറയിലൊക്കെ വരച്ച് മൊത്തം അഴുക്കാക്കിയാൽ നിന്റെ ചേട്ടന് വിഷമമാകുമെന്നവൾ മൂണിനെ ഓർമ്മിപ്പിച്ചു. അടുത്ത ദിവസം മിൻഹോ ആ കത്ത് തലേ ദിവസം കണ്ട ഗാങ്സ്റ്റേഴ്സിന് കൈമാറി. രാത്രിയിൽ ഭക്ഷണമായി മിൻഹോ എത്തുമ്പോൾ ജോഹി മുറി വൃത്തിയാക്കുകയായിരുന്നു. ഒരു ടേബിളും അവൾ അവിടെ എടുത്തിട്ടിട്ടുണ്ട്. ചേട്ടൻ വന്നത് നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം. നിന്നെ വസ്ത്രം മടക്കാൻ പഠിപ്പിച്ചു തരാം എന്ന് ജോഹി മൂണിനോട് പറഞ്ഞു. മിൻഹോ പോയി കുളിച്ചു വരുമ്പോഴേക്കും ആ മുറി തന്നെ ആകെ മാറിയിരുന്നു. അലങ്കോലമായിരുന്ന മുറി ജോഹിയും മൂണും ചേർന്ന് അതീവ വൃത്തിയാക്കിയുള്ളതാക്കി മാറ്റി. ഒരു വെള്ളിയച്ചിയെ പോലെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളും ജോഹി മൂണിനെ പഠിപ്പിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ
ഭക്ഷണം കഴിക്കാൻ തിരക്കുകൂട്ടിയ മൂണിനെ ഒരു ചേച്ചിയെ പോലെ അവൾ മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ജോഹി അങ്ങനെ മൂണിനെ പരിപാലിക്കുന്നത് കണ്ടപ്പോൾ മിൻഹോയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ജോഹിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. ബാത്റൂം പുറത്താണ്. ജോഹി മിൻഹോയെ വിളിച്ചുണർത്തി. ടോർച്ച് തെളിച്ച് മിൻഹോ അവളെ പുറത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി. പക്ഷേ അകത്ത് ഒറ്റയ്ക്കിരിക്കാൻ അവൾക്ക് പേടിയായിരുന്നു. താൻ പുറത്തു തന്നെ നിൽക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ അവൻ കൈകൾ കൊട്ടാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടായിരുന്നു സമാധാനത്തിൽ ജോഹി ടോയ്ലറ്റിൽ ഇരുന്നത്. 2 ദിവസം കഴിഞ്ഞുപോയി. ജോഹിയുടെ അച്ഛൻ്റെ മറുപടിയൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. എല്ലാ ദിവസവും ജോഹിയെയും കൂട്ടിയാണ് മിൻഹോ ഇപ്പോൾ ജോലിക്ക് പോകുന്നത്. അവർ സന്തോഷത്തോടെ ഒന്നിച്ച് സമയം ചെലവഴിച്ചിരുന്നു. ജോഹി വീട്ടുജോലികളിലും മൂണിനൊപ്പം കളിക്കാനും തുടങ്ങി. 4 ദിവസം കഴിഞ്ഞു. ജോഹിയുടെ അച്ഛനിൽ നിന്ന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. അതോടെ ചിൻ പുതിയൊരു പ്ലാനുമായിട്ട് വന്നു. ഐസ്ക്രീമും ക്യാമറയുമായിട്ടാണ് ചിൻ വന്നത്. ജോഹിയുടെ ഒരു ഫോട്ടോ എടുത്ത് അവളുടെ അച്ഛനെ അയച്ചു കൊടുത്തു. അദ്ദേഹത്തെ ഭയപ്പെടുത്താനായിരുന്നു ചിന്നിന്റെ ഉദ്ദേശം. ക്യാമറ ഉപയോഗിക്കാനാണെങ്കിൽ മിൻഹോയ്ക്ക് ഒരു വശവുമില്ല. ഒടുവിൽ ജോഹി തന്നെ മിൻഹോയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. ഫോട്ടോ എടുക്കാൻ നേരം ജോഹി വലിയ സന്തോഷത്തിലാണ്. ഉടൻ ചിൻ പറഞ്ഞു, കുറച്ചു മുഖത്ത് സങ്കടം വരുത്തി അഭിനയിക്കൂ. അത് കേട്ടതും ജോഹി അത്തരത്തിൽ അഭിനയിച്ചു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ പണം നൽകാൻ സമ്മതിച്ചതായി പറഞ്ഞ് ഗാങ്സ്റ്റേഴ്സിന്റെ വിളി വന്നു. പക്ഷേ പണം വാങ്ങാൻ ചിൻ തന്നെ പോകണം. ചിന്നിന് ദേഷ്യം വന്നിരുന്നു. പക്ഷെ മറ്റു വഴികളില്ല. അതുകൊണ്ട് പണം എടുക്കാൻ ചിൻ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് ചിൻ മിൻഹോയോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പണം എടുക്കാൻ പോവുകയാണ്. നാളെ ഉച്ചയ്ക്കുള്ളിൽ എൻ്റെ ഫോൺ കോൾ വന്നില്ലെങ്കിൽ, മെസ്സേജ് വന്നില്ലെങ്കിൽ നീ ഇവളെ ആ ഗാങ്സ്റ്റേഴ്സ് പറഞ്ഞ അഡ്രസ്സിൽ വിട്ടേക്കണം. അങ്ങനെ അടുത്ത ദിവസം ചിൻ പണം വാങ്ങാനായി പോയി. പണമടങ്ങിയ ബാഗ് ഒരിടത്ത് വെച്ച് ജോഹിയുടെ അച്ഛൻ മടങ്ങി. ചിൻ ആ ബാഗ് എടുത്ത് മടങ്ങാൻ ശ്രമിച്ചെങ്കിലും ചിന്നിന് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു. ആരോ തന്നെ പിന്തുടർന്നു വരുന്നതായി അയാൾക്ക് തോന്നിക്കൊണ്ടിരുന്നു.